എന്റെ പേര് ജഫ്ത. വല്ലവരും കേട്ടിട്ടുണ്ടോ? എവിടെ കേൾക്കാൻ. എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അത്ര വെടിപ്പല്ല. എന്നെ വീട്ടുകാർ ഇറക്കി വിട്ടതാ. എന്റെ പപ്പ ഗിലയാദ് ഒരു വലിയ മാന്യനായിരുന്നു, പക്ഷെ എന്റെ മമ്മി ഒരു വേശ്യയായിരുന്നു. അതുകൊണ്ട് പപ്പയുടെ ഒറിജിനൽ ഭാര്യയിലുണ്ടായ മക്കൾക്ക് എന്നെ കണ്ടുകൂടായിരുന്നു. അതുകൊണ്ട് അവർ നൈസായി വീട്ടിൽ നിന്ന് എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു. ജീവിതത്തിൽ ഞാൻ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല, പൊരുതി ജീവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മോന്യർ ഞങ്ങളുടെ നാടിനെ ആക്രമിക്കാൻ വന്നത്. ആളുകൾ എന്നോട് ഹെൽപ്പ് ചോദിച്ചു. ഞാനൊന്ന് ഗമ കാണിച്ചെങ്കിലും ഒടുവിൽ സമ്മതിച്ചു. പക്ഷേ യുദ്ധത്തിന് പോകുമ്പോൾ എനിക്കൊരു പേടി, ജയിക്കുമോ എന്ന്. അവിടെയാണ് മണ്ടത്തരത്തിന്റെ ആദ്യ സ്റ്റെപ്പ്. യുദ്ധം ജയിക്കാൻ വേണ്ടി ഞാൻ ദൈവത്തോട് ഒരു നേർച്ച നേർന്നു. ദൈവമേ, ഞാൻ ജയിച്ചു വരുമ്പോൾ എന്റെ വീടിന്റെ വാതിൽക്കൽ നിന്ന് എന്നെ സ്വീകരിക്കാൻ ആദ്യം വരുന്നത് ആരാണോ അവരെ ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കും. ഞാൻ കരുതിയത് വല്ല ആടോ മാടോ വരുമെന്നാണ്. എന്നാൽ യുദ്ധം ജയിച്ച് വീട്ടിലേക്ക് വരുന്ന എന്നെ സ്വീകരിച്ചത് ആരാന്നറിയോ? എന്റെ ചോര, എന്റെ മകൾ. കണ്ട ഉടനെ ഞാൻ ഓളിയിട്ട് കരഞ്ഞു. എന്റെ പൊന്നുമക്കളെ, പടപടാന്ന് പലതും വിളിച്ചു പറയുന്ന നിങ്ങളുടെ നാവിനെ പൂട്ടിയിട്ടോ. ഇല്ലേൽ വരുന്ന നഷ്ടം കൂട്ടാൻ കാൽക്കുലേറ്റർ പോരാതെ വരും. നേർച്ച നേരുന്നതിൽ തെറ്റില്ല. നേർച്ച നേരുന്നതിന് മുമ്പ് തമ്പുരാനെ ഒന്ന് നോക്കുക, നിന്നെയും ഒന്ന് നോക്കുക. സഭാപ്രസംഗകൻ 5-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിന് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത്. ഇടരിൽ അവിടുത്തേക്ക് പ്രീതിയില്ല. നേരുന്നത് നിറവേറ്റുക. നേർന്നിട്ട് നിറവേറ്റാത്തതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്നതാണ്.